തുടർച്ചയായ 9ാം ദിവസവും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവില്ല. സംഘർഷമൊഴിയാതെ പശ്ചിമേഷ്യ. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ പുതിയ ആണവ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇറാൻ. സ്വയം പ്രതിരോധം തുടരുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കി. ജനീവയിൽ യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് അബ്ബാസ് അറാഗ്ചിയുടെ പ്രതികരണം. I stand before this august body to remind you of the legal and ethical responsibility each and every state member and observer of the Human Rights Council has to stand up against this grave injustice. Israel has launched an unprovoked aggression on Iran in stark violation of Article 2, Paragraph 4 of the Charter and in bold defiance of all the principles and rules that this Council stands for. ജനീവ ചർച്ചകൾ വിജയം കണ്ടില്ലെന്നും യൂറോപ്പുമായല്ല അമേരിക്കയുമായി ചർച്ച നടത്താനാണ് ഇറാൻ താൽപര്യപ്പെടുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിലെ ഹൈഫയിൽ 23 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. ഒരു വശത്ത് ഇറാൻ പറയുന്നു ഈ യുദ്ധം അല്ലെങ്കിൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന്. എന്നാൽ അമേരിക്കയുമായി ചർച്ചയാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. ജനീവയിലായിരുന്നു ഇറാന്റെയും യൂറോപ്പിന്റെയും പ്രതിനിധികൾ ഏതാണ്ട് 3 മണിക്കൂർ നീണ്ട ചർച്ചകൾ നടത്തിയത്. പക്ഷേ പ്രത്യേകിച്ച് ഒരു ഫലവുമില്ലാതെയാണ് ആ ചർച്ചകൾ അവസാനിച്ചത്. അമേരിക്കയുമായിട്ട് നേരിട്ട് ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഒടുവിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇറാന്റെ ഈ ഉന്നത ഡിപ്ലോമാറ്റ് അബ്ബാസ് അറാഗ്ചി പറയുന്നത് ഇറാൻ നയതന്ത്രത്തിൽ അല്ലെങ്കിൽ നയതന്ത്ര ചർച്ചകളിലൊക്കെ വീണ്ടും മുന്നോട്ട് വരണമെങ്കിൽ ചെയ്ത കുറ്റങ്ങൾക്ക് ഉത്തരവാദിയായി ഇസ്രയേലിനെ പ്രഖ്യാപിക്കണമെന്നാണ്. അതുമാത്രമല്ല, ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ പുതിയ ആണവ ചർച്ചകൾക്ക് തയ്യാറല്ല എന്നാണ് ഇറാൻ പറയുന്നത്. അവരുടെ പ്രതിരോധം തുടരുക തന്നെ ചെയ്യുമെന്നാണ് അബ്ബാസ് പറയുന്നത്. അതേസമയം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തടയുവാൻ ശ്രമിക്കുന്ന ഈ യൂറോപ്യൻ നയതന്ത്ര ശ്രമങ്ങളെയെല്ലാം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇറാൻ യൂറോപ്പിനോടൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ട്രംപ് പറയുന്നത്. അവർ അമേരിക്കയോടാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ന്യൂജേഴ്സിയിൽ മാധ്യമപ്രവർത്തകരോടാണ് ഡൊണാൾഡ് ട്രംപ് ഇത് പറഞ്ഞത്. ഇസ്രയേലിന്റെ ബോംബാക്രമണം അത് നിർത്തുവാൻ പറയുവാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെന്ന് ട്രംപ് പറയുന്നു. പ്രത്യേകിച്ച് ഇസ്രയേൽ വലിയ തോതിൽ ആക്രമണം നടത്തുന്നു. അത് ശക്തമായ രീതിയിലാണ് അവർ ആക്രമണം നടത്തുന്നത്. ഇറാൻ പതറുകയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ താൻ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഏറെ വിവാദമായ ഒരു പ്രസ്താവന ഇന്ന് മാധ്യമപ്രവർത്തകർ ന്യൂജേഴ്സിയിലെ മോറിസ് ടൗണിലെ ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചത് ഇറാൻ അടുത്തെങ്ങും ആണവായുധം നിർമ്മിക്കില്ല എന്ന ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡിന്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. ആ നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. തുളസി ഗബാർഡിനെ തെറ്റുപറ്റിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ശരിക്കും ഇത് മാർച്ചിൽ സെനറ്റിന്റെ ഇന്റലിജൻസ് കമ്മിറ്റിക്ക് മുമ്പാകെ തുളസി ഗബാർഡ് നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ഇറാൻ ഒരു ആണവായുധം നിർമ്മിക്കുന്നില്ലെന്നും അതുപോലെ അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമേനി 2003 തന്നെ അദ്ദേഹം തന്നെ നിർത്തിവെച്ച ആണവായുധ പദ്ധതിക്ക് പിന്നീട് ഒരു കാലത്തും അംഗീകാരം നൽകിയിട്ടില്ലെന്നായിരുന്നു. ട്രംപിനെ ഇത് പ്രൊവോക്ക് ചെയ്യിപ്പിച്ചിരുന്നു. ട്രംപ് പറയുന്നത് തുളസി ഒരുപക്ഷെ ഭാവിയിൽ US പ്രസിഡന്റ് ആകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത്. അത് തള്ളിക്കളയുകയാണ്. ഇതോടുകൂടി ട്രംപിന് ദേഷ്യം വന്നതോടുകൂടി ഈ നിലപാട് തുളസി ഗബാർഡ് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഇറാന് ആണവായുധം വേണമെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിർമ്മിക്കാമെന്നാണ് തുളസി ഗബാർഡ് ഇപ്പോൾ പറയുന്നത്. ഇസ്രയേലി ബോംബുകൾ ഇറാനിൽ പതിക്കുമ്പോൾ ചർച്ചകൾ അസാധ്യമാണെന്നാണ് അതേസമയം ഇറാനിയൻ നിലപാട്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളുമായല്ല ഇറാൻ അമേരിക്കയുമായി ചർച്ച നടത്താനാണ് താല്പര്യം എന്നാണ് പ്രതികരണമാണ് ട്രംപിൻ്റെതായി ജനീവ ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്നത്. ഇപ്പോഴും ആക്രമണം തുടരുന്നുണ്ട്. സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ രാജ്യം. വിദേശകാര്യ മന്ത്രാലയം അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നു.